നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഷൊർണൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രേഖപ്പെടുത്തിയ 78.9% വോട്ടുകൾ ആർക്ക് അനുകൂലമാകുമെന്ന വിശകലനത്തിലാണ് രാഷ്ട്രീയ മുന്നണികൾ. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗ് നിലയും സ്ത്രീ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തവും വിജയത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സ്ഥാനാർത്ഥികൾക്കിടയിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. മെയ് 4 വോട്ടെണ്ണൽ നടക്കുന്നതുവരെ ഈ കണക്കുകൂട്ടലിലൂടെ വിജയസാധ്യതകൾ ഉറപ്പിക്കുവാനുള്ള തിരക്കിലാണ് പാർട്ടികളുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ. പഴയന്നൂർ തിരുവല്ലോമല പബ്ലിക് റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ സ്കൂട്ടറിടിച്ച് വയോധികന് ദാരുണാന്ത്യം. പട്ടിപ്പറമ്പ് സ്വദേശി നാരായണനാണ് മരിച്ചത്. പരിക്കേറ്റ നാരായണനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആന്തരിക രക്തസ്രാവം മൂലം ജീവൻ രക്ഷിക്കാനായില്ല. അപകടകരമായ രീതിയിൽ ടിപ്പർ പാർക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്നും സംഭവത്തിൽ പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കുറിച്ചുകൊണ്ട് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സ് ആരംഭിക്കുവാൻ AICTE അംഗീകാരം നൽകി. സംസ്ഥാന സർക്കാർ പോളിടെക്നിക്കുകളിൽ ആദ്യമായാണ് ഇത്തരമൊരു അത്യാധുനിക കോഴ്സ് തുടങ്ങുന്നത്. ഹാർഡ്വെയർ കോഴ്സിന് പകരം തുടങ്ങുന്ന ഈ പുതിയ പഠന വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം മുതൽ 60 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിനെ വരവേൽക്കുവാൻ വടക്കാഞ്ചേരിയുടെ ഗ്രാമവീഥികളും വിപണികളും ഒരുങ്ങിക്കഴിഞ്ഞു. കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗ്രാമങ്ങളിൽ ചക്കയും മാങ്ങയും കണിവെള്ളരിയുമായി വിഷു വിപണി സജീവമായി. ഏപ്രിൽ 15 ഇത്തവണ മേടവിഷു ആഘോഷിക്കുന്നത്. മേഖലയിലെ ഉത്രാളിക്കാവ്, മച്ചാട്, തിരുവാണിക്കാവ് ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണി ദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നു.